ഹലോ, ഇന്ന് നമുക്ക് സോഫ്റ്റ് കുബൂസ് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഈസ്റ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് 1/2 കപ്പോളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വെട്ടി തിളച്ച വെള്ളമായിരിക്കരുത്, അതേപോലെ നന്നായിട്ട് തണുത്ത വെള്ളമാകരുത്. അപ്പോൾ കുറച്ചൊരു ചൂടുള്ള വെള്ളം, ഒരു നോർമൽ നമുക്ക് സാധാരണ കുടിക്കാനൊക്കെ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈസ്റ്റ് ഇതവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പോളം പാല്, സാധാരണ പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഇനി ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സും കൂടെ എടുത്തൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചപ്പാത്തിക്കോ അതേപോലെ പൂരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അതേപോലെ നിങ്ങൾക്ക് ഈ വെള്ളം കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ലാസ്റ്റ് പോരെങ്കിൽ ഒരു ഇളം ചൂട് വെള്ളം കൂടെ എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 1/4 കപ്പ് പാലും അതേപോലെ 1/2 കപ്പ് ഈസ്റ്റിൻ്റെ മിക്സും കൂടെ കറക്റ്റായിരുന്നു 2 കപ്പ് മൈദക്ക്. അപ്പോൾ നിങ്ങൾക്ക് പോരെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ ഇളം ചൂട് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, എന്നാലിത് പൊങ്ങി വരും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ മാവ്. ഇനി ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അധികം ടൈം കുഴക്കണ്ട, ഇതിൻ്റെ ഒന്ന് എയറൊന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ മാവ് എയറൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചെറിയൊരു ഉരുളകളാക്കി എടുക്കണം, നമ്മൾ കുബൂസിന് കണക്കായിട്ടുള്ള വലിപ്പത്തിലുള്ള ഒരു ഉരുളകളാക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പൂരിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് ഇതിൻ്റെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിൽ എല്ലാ ഉരുളകളും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം നൈസായി പരത്തരുത്, അതേപോലെ നല്ല തിക്കിലും പറ്റില്ല. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എത്ര തിക്കിലാണ് പരത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പരത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാ മാവ് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് ഇപ്പം പരത്തുന്നത്. അപ്പോൾ അത് പരത്തിയിട്ട് അതിൻ്റെ കറക്റ്റ് തിക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം പരത്താൻ വേണ്ടിയിട്ട്, ഈ ഒരു കട്ടിക്ക്, എന്നാലേ നമ്മളെ കുബൂസ് നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ചുട്ടെടുക്കാൻ പോവുകയാണ്. നല്ല ചൂടായ തവയിലോട്ട് ഓരോ പരത്തിയ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ബബിൾസ് വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അതേപോലെ ചെറിയൊരു ബബിൾസ് വരുമ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതേപോലെ നല്ലോണം പൊങ്ങി വരികയും ചെയ്യും. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വെറും 2 പ്രാവശ്യം മാത്രം ഒന്ന് മറിച്ചിട്ടാൽ മതി.
ഇപ്പോൾ ഇതാ നമ്മളെ കുബൂസ് ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കുബൂസും എല്ലാം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കുബൂസ് എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സോഫ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതാ നല്ലവണ്ണം തന്നെ സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള കുബൂസ് ആണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള ഈസി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.